എന്താണ് ശരിക്കും ഒരു സോളാർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരു സാധാരണക്കാരന്? ഓരോ ആളുകൾക്കും ഓരോരുത്തരും ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർക്ക് കറണ്ട് ബില്ല് കുറയലായിരിക്കും. ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ 24/7 കറണ്ട് ഉണ്ടായിരിക്കണം. ഒരു നിമിഷം പോലും ഇരട്ടിത്തിരിക്കേണ്ട ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഫാൻ ഇല്ലാത്ത ഒരു സാഹചര്യം, AC ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ കറണ്ട് ബില്ലിനെ ബേസ് ചെയ്തിട്ട് ഒരാൾ സോളാർ വെക്കുകയാണെങ്കിൽ അയാൾ മുടക്കിയ മുതൽ ഒരു 2.5-3 വർഷം കൊണ്ട് നിലവിലുള്ള നിയമപ്രകാരം റിട്ടേൺ കിട്ടും. പിന്നെ ഒരു നീണ്ട 20-22 വർഷം സൗജന്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിലിൻ്റെ 50% പിന്നെ റെക്കമെൻഡ് കസ്റ്റമറാണ്. നമ്മളെ ഇഷ്ടപ്പെട്ട്, നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട്, നമ്മളുടെ ആഫ്റ്റർ സർവീസ് ഇഷ്ടപ്പെട്ട് അവരെന്നെ എന്ത് ചെയ്യുന്നു, നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് വളരെ വേഗത്തിൽ ഞങ്ങൾ 2500-ൽ പരം പിന്നെ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ MP രാജേഷിൽ നിന്ന് സോളാർ മേഖലയിലുള്ള മികച്ച മുന്നേറ്റത്തിൻ്റെ അവാർഡൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് ഹാപ്പി എപ്പോഴും കസ്റ്റമർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോളാർ കമ്പനീനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എവിടുന്ന് ഏത് വെബ്സൈറ്റിൽ നോക്കിയാലാണ് എനിക്ക് മനസ്സിലാവുക? KSEBയുടെ MNR വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല കമ്പനിയാണോ, ടോപ്പ് 10-ലാണോ, ടോപ്പ് 20 ആണോ എന്നൊക്കെ നോക്കാൻ പറ്റും. ഈ ഓൺ ഗ്രിഡ് സോളാറിൻ്റെയും ഓഫ് ഗ്രിഡ് സോളാറിൻ്റെയും ഏറ്റവും പുതിയ വേർഷനാണ് ഹൈബ്രിഡ് സോളാർ. ഇതാണ് ഇനി സോളാർ രംഗത്ത് ട്രെൻഡ് ആവാൻ വേണ്ടി പോകുന്നത്. ഇതിന് ഭയങ്കര ഫ്യൂച്ചറുണ്ട്. എല്ലാവരും ഫ്യൂച്ചറിൽ സോളാറിലേക്ക് വരേണ്ടി വരും. ഒരു സാധാരണക്കാരൻ വരെ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ സ്വതന്ത്രമായി വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുക. കാരണം എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറുകൾ പിന്നെ കാറുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ AC ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടാണെങ്കിൽ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സോളാറിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. സോളാർ വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഇതിന് ആഫ്റ്റർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് നമുക്കവിടെ സർവീസ് കൊടുക്കാൻ പറ്റണം. നമ്മളിത് 15ഓളം ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ്. ഇത് ഒരു വിളിക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ വീട്ടിലെത്തി അവിടുത്തെ പ്രശ്നം കണ്ടെത്തി പരിഹരിച്ചു കൊടുക്കും. സോളാർ പലരും എടുക്കാത്തതിൻ്റെ ഒരു കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറേ ആശങ്കകളും സംശയങ്ങളും ഉണ്ടാവും. ഇത്തരം സംശയങ്ങൾ നിവാരണം ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ബെയ്മൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഏത് നിമിഷവും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 5 ടെക്നിക്കൽ എഞ്ചിനീയർമാർ, അതും B ക്ലാസ് എഞ്ചിനീയർമാർ നമ്മളടുത്ത് അവൈലബിൾ ആണ്. കേരളത്തിൻ്റെ ഏത് മുക്കുമൂലകളിലും ഫ്രീ ആയിക്കൊണ്ട് സൈറ്റ് വിസിറ്റ് നടത്തി ഏതൊരാളുടെയും സോളാർ സംബന്ധമായ സംശയങ്ങൾ ഫ്രീ ആയിട്ട് നമ്മൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച സോളാർ കമ്പനികളിൽ ഒന്നായ ബെയ്മൻ സോളാർ കമ്പനിയുടെ MDയും ഫൗണ്ടറും കൂടിയായിട്ടുള്ള ഷറഫുദ്ദീൻ മങ്കേരിയാണ് നമ്മുടെ കൂടെ ഇന്ന് പോഡ്കാസ്റ്റിലുള്ളത്. വെൽക്കം സർ. സാർ, എങ്ങനെയാണ് ഈ ഒരു സോളാർ ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ്? ഞാൻ 2018 പ്രളയം ഉണ്ടായല്ലോ. നമ്മൾ അങ്ങനെ ഒരു പ്രളയം പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ വീടൊരു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിലേക്ക് ടൗണിൽ നിന്ന് 2 റോഡുകളാണുള്ളത്. ഈ 2 റോഡുകളും വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ ഗതാഗത സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാമപ്രദേശമാണ്. നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ പീടികളിലും മെഴുകുതിരി പോലും കിട്ടാണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഇൻവെർട്ടർ ബാറ്ററി, അതിലെ ചാർജും തീർന്നു. ഒരു ഇരുട്ടത്ത് കഴിയേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് ഒരു പരിഹാരം തേടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു 3 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയുകയും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ തിരിച്ചറിയുകയും പിന്നെ 2019 തന്നെ നമ്മൾ സോളാർ മേഖലയിലേക്ക് കടന്നു വന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കി എന്നുള്ളതാണ് അല്ലേ? എന്താണ് ശരിക്കും ഒരു സോളാർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരു സാധാരണക്കാരന്? പിന്നെ ഓരോ ആളുകൾക്കും ഓരോരുത്തരും ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർക്ക് കറണ്ട് ബില്ല് കുറയലായിരിക്കും. ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില ആളുകൾക്ക് എൻ്റെ വീട്ടിൽ 24/7 കറണ്ട് ഉണ്ടായിരിക്കണം. ഒരു നിമിഷം പോലും ഇരട്ടിത്തിരിക്കേണ്ട ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഫാൻ ഇല്ലാത്ത ഒരു സാഹചര്യം, AC ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ആളുകൾക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളാണുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ പല രീതിയിലുള്ള സിസ്റ്റം ഇന്ന് അവൈലബിൾ ആണ്. ഓൺ ഗ്രിഡ് ഉണ്ട്, ഓഫ് ഗ്രിഡ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഇപ്പം ഈ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഓൺ ഗ്രിഡ് സോളാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, KSEBയുടെ ഒരു ദിവസം ഒരു 15 യൂണിറ്റ് കറണ്ട് നമ്മൾ KSEBയിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആ 15 യൂണിറ്റ് നമ്മൾ സോളാർ പാനലുകൾ വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. 15 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാത് മാസം തന്നെ ബില്ലടക്കണം. 15 യൂണിറ്റിൽ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ KSEB എന്ത് ചെയ്യും, അത് നമ്മുടെ പേരിൽ അവിടെ സേവ് ചെയ്ത് വെക്കും. തുടർന്ന് ഏതെങ്കിലും മാസങ്ങളിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മൈനസ് ചെയ്യും.
ഒരു വർഷം കണക്ക് കൂട്ടിയിട്ട് വീണ്ടും നമ്മൾ KSEBിക്ക് കൂടുതൽ പിന്നെ കറണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു യൂണിറ്റിന് 3 രൂപ 15 പൈസ വെച്ച് അവർ കൃത്യമായിട്ട് റിട്ടേൺ തരും. അത് ഇതുവരെ അവർ അലംഭാവം കാണിച്ചിട്ടില്ല. ഈ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസിൽ കൃത്യമായിട്ട് KSEB എല്ലാവർക്കും പൈസ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓഫ് ഗ്രിഡ് ആകുമ്പോൾ ഓഫ് ഗ്രിഡ് ആകുമ്പോൾ നമ്മൾ പാനൽ വെക്കുന്നു. ഈ ഓൺ ഗ്രിഡ് സോളാറിന് സേവിങ്സ് ഇല്ല. നേരെ KSEB ലൈനിലോട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ബാക്കി കയറി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ സോളാറിൽ നിന്ന് എത്ര പ്രൊഡക്ഷൻ കിട്ടി എന്നുള്ളത് നമ്മളെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് നമ്മുടെ യൂണിറ്റ് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ സോളാർ പാനലുകളിൽ നിന്ന് ഇത്ര യൂണിറ്റ് കറണ്ട് ലഭിച്ചു. അതുപോലെ തന്നെ നമ്മൾ KSEBിൽ നിന്ന് ഒരു മീറ്റർ വെച്ച് കൊടുക്കും. KSEBിൽ നിന്ന് നമ്മൾ ഇത്ര യൂണിറ്റ് കറണ്ട് ഇങ്ങോട്ട് എടുത്തു. ഇവിടെ സേവിങ്സ് വരുന്നില്ല. നമ്മുടെ ഉപയോഗത്തിന് ശേഷമുള്ള കറണ്ട് KSEBിലോട്ട് പോകുന്നു. പിന്നെ നമ്മൾ തിരിച്ച് KSEBിയുടെ റിട്ടേൺ എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ സേവിങ്സ് ഇല്ല. ഇപ്പോൾ KSEB ഒരു ദിവസം അവിടെ ലൈനിൽ വർക്ക് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായൊരു മഴ വന്നു, കാറ്റ് വന്നു, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും കറണ്ട് ഉണ്ടാവില്ല. എന്നാൽ ഓഫ് ഗ്രിഡ് സോളാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പാനലിൽ നിന്ന് കിട്ടുന്ന കറണ്ടിനെ ഒരു ബാറ്ററിയിലോട്ട് സേവ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ കണക്റ്റഡ് ചെയ്ത ലോഡുകളിൽ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. അതായത് വലിയ ഒരു ബാറ്ററി ബാക്കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫാന്, അതുപോലെ തന്നെ ലൈറ്റുകൾ, പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ നിശ്ചിത ഉപകരണങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നു, ഓഫ് ഗ്രിഡ് സോളാറുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഈ ഓൺ ഗ്രിഡ് സോളാറിൻ്റെയും ഓഫ് ഗ്രിഡ് സോളാറിൻ്റെയും പിന്നെ ഏറ്റവും പുതിയ വേർഷനാണ് ഹൈബ്രിഡ് സോളാർ. ഇതാണ് ഇനി സോളാർ രംഗത്ത് ട്രെൻഡാവാൻ വേണ്ടി പോകുന്നത്. ഇതിന് ഭയങ്കര ഫ്യൂച്ചറുണ്ട്. ഇപ്പം നമ്മുടെ സംസ്ഥാനം എല്ലാ കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ഹൈബ്രിഡ് സോളാർ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഊർജ്ജ മേഖലയിലെങ്കിലും സ്വയം പര്യാപ്തമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് ഹൈബ്രിഡ് സോളാർ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഓൺ ഗ്രിഡുമാണ്, ഓഫ് ഗ്രിഡുമാണ്, അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഗ്രിഡിലേക്ക് കൊടുക്കാനും പറ്റും. അതായത് സോളാറിൽ നിന്ന് ഇപ്പോൾ പകൽ സമയത്ത് കിട്ടുന്ന വൈദ്യുതി നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് ശേഷം ബാറ്ററിയിൽ സ്റ്റോർ ആവുന്നു. ഒരു 5 മണിയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, സോളാറിൽ നിന്നുള്ള കറണ്ട് നിൽക്കും. ആ സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, പീക്ക് ടൈമിൽ ഉപയോഗിക്കും. ഇപ്പോൾ KSEBിയുടെ ഏറ്റവും അവരുടെ ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നത് ഈ പീക്ക് ടൈമിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയ വിലക്ക് വാങ്ങിയ വൈദ്യുതിയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തുല്യമായിട്ടുള്ള അളവിലുള്ള കറണ്ട് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കത് നഷ്ടം വരുന്നു. പീക്ക് ടൈമിൽ പ്രത്യേക ചാർജ് സോളാർ വെച്ചവരും തരണം എന്നാണ് ഇപ്പോൾ പുതിയ ഒരു നിയമമായിട്ട് KSEB വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് ഉള്ളത്. ഈ നിയമം ഒരിക്കലും നടപ്പാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എന്തായാലും കോടതിയും ജനങ്ങൾക്കൊപ്പം സോളാറിനൊപ്പം നിൽക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഹൈബ്രിഡ് ഇപ്പോൾ കേരളത്തിൽ വന്നു തുടങ്ങിയോ? ഹൈബ്രിഡ് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു 50-ൽ പരം പിന്നെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. എല്ലാവരും ഹൈബ്രിഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പിന്നെ പ്രീമിയമാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്, എങ്കിലും എല്ലാവർക്കും ഉപകാരപ്രദമാണ്. നമ്മൾ തന്നെ നമ്മുടെ വീടുകളും സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സേവ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള കറണ്ട് KSEBിക്ക് കൈമാറാനും പറ്റുന്നു എന്നുള്ളതാണ് ഹൈബ്രിഡ് സോളാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും ഇപ്പം സാറ് ഈ ഒരു മേഖലയിൽ എത്ര വർഷമായി, ഇങ്ങനെ ഒരു കമ്പനിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതിന് എത്ര വർഷമായി, എത്ര കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക്? നമ്മളിപ്പോൾ 2019-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2500-ൽ പരം പ്രൊജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. കേരളത്തിൽ നമുക്ക് 4 ഷോറൂമുകളാണുള്ളത്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് പട്ടാമ്പിയിലാണ്, കളമശ്ശേരിയിലുണ്ട്, കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ സോളാർ വെച്ചു. ഞാനൊരു യാത്ര നടത്തിയിരുന്നു, പിന്നെ മലപ്പുറത്ത് നിന്നും കാസർഗോട്ടേക്ക് ഒരു സോളാർ യാത്ര എന്നുള്ളത്. അതിൻ്റെ 2ാമത്തെ ഭാഗം മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴത്തേനും പിന്നെ മഴ വന്നപ്പോൾ നിർത്തി. നമ്മൾ സോളാർ വെച്ച എല്ലാ കസ്റ്റമറെയും നമ്മൾക്ക് പിന്നെ അവരെ നേരിൽ കണ്ട് അവരുടെ എക്സ്പീരിയൻസ്, നമ്മുടെ കമ്പനിയെക്കുറിച്ച്, സോളാറിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ അവരിട്ട് നേരിട്ട് കണ്ട് ചർച്ച നടത്തുകയായിരുന്നു ഈ സോളാർ യാത്രയുടെ ലക്ഷ്യം. വളരെ വിജയകരമായിരുന്നു ആ യാത്ര. എങ്ങനെയാണ് ഇത്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു സോളാർ യാത്ര എന്നുള്ളത് എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം സൂക്ഷിക്കുന്നത്? നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും നമ്മളെ നേരിട്ട് വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ വീഡിയോ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ മലപ്പുറം ഭാഷയിലുള്ള സംസാരം ഏറെ ആകർഷണീയമാണ്. മിക്കവരും പ്രവാസികളായിരിക്കും. പ്രവാസികളൊക്കെ നമ്മൾ നേരിട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് വരണം പിന്നെ എന്നൊക്കെ ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും നിർബന്ധിതനായി അവരെ കാണാനും അവരുടെ വീട് സന്ദർശിക്കാനും ഭയങ്കര സ്വീകരണമായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഭയങ്കര സ്വീകരണമായിരുന്നു. നല്ല ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ കിട്ടിയിട്ട്. അതെ അതെ. ഞാൻ ചോദിക്കുന്നതേ, ഇപ്പം ഈ കസ്റ്റമറുകളിൽ നിന്ന് തന്നെ, ഇപ്പം നമ്മുടെ ഒരു ക്ലയൻറ്റിൽ നിന്ന് തന്നെ പിന്നെ നമുക്ക് റെഫറൻസുകൾ വരുന്നുണ്ടോ? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിലിൻ്റെ 50% പിന്നെ റെക്കമെൻഡ് കസ്റ്റമറാണ്.
നമ്മളെ ഇഷ്ടപ്പെട്ട്, നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട്, നമ്മളുടെ ആഫ്റ്റർ സർവീസ് ഇഷ്ടപ്പെട്ട് അവരെന്നെ എന്ത് ചെയ്യുന്നു, നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് വളരെ വേഗത്തിൽ ഞങ്ങൾ 2500 പരം പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ആക്കിയത്. വെരി ഗുഡ്. അപ്പം ബെയ്മെൻറ്റിൻ്റെ ചില വാല്യൂസ് ഉണ്ടാവുമല്ലോ, അതായിരിക്കുമല്ലോ ആളുകളോട് ഇത്രയും കണക്റ്റ് ആവുന്നത്. ഇപ്പോൾ ബെയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി സൂക്ഷിക്കുന്ന വാല്യൂസ് എന്താണ്? നമ്മുടെ വാല്യൂ നമ്മൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഫ്റ്റർ സർവീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള അപ്ഡേഷൻ ഈ രംഗത്ത് വരുന്നോ അത് വേഗത്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഹൈബ്രിഡ് സോളാർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ R&D ഡിപ്പാർട്ട്മെൻറ്റ് വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ഗ്രിഡ് സോളാർ വെക്കുന്ന വലിയ പ്രീമിയം കസ്റ്റമറൊക്കെ കറണ്ട് പോകുമ്പോൾ അവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് വർക്കാവുന്നില്ല, AC വർക്കാവുന്നില്ല, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പരാതി പറയാൻ തുടങ്ങിയപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ തന്നെ എന്ത് ചെയ്തു, നമ്മൾ R&D ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി നമ്മൾ പലയിടത്തും ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഈ മേഖലയിൽ വരുന്ന ടെക്നോളജിയെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഞങ്ങളൊരു ക്വാളിറ്റി ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ചലഞ്ചിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ. എന്താണ് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു ഫൈൻഡ് ഔട്ട്? ആ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു തലശ്ശേരി ഒരു വീട്ടിൽ സെൻട്രൽ AC വരെയുള്ളൊരു വീടാണ്. അതുപോലെ തന്നെ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു 15 കിലോവാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കവിടെ മാക്സിമം ചെയ്യാൻ പറ്റുക ഒരു 300 Hൻ്റെ ബാറ്ററി പെട്ടി വെച്ച് കൊടുക്കലാണ്. പക്ഷേ എങ്ങനെ ഞങ്ങളത് അവിടെ വെച്ച് കൊടുക്കും? ആ കസ്റ്റമറായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്നുകൂടി സംസാരിച്ച് ഞങ്ങൾ തന്നെ ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്ത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. 12 ബാറ്ററി ട്യൂബുലാർ, അന്ന് ലിഥിയം ബാറ്ററി ഇത്ര ഫേമസ് അല്ല, 12ഓളം ട്യൂബുലാർ ബാറ്ററികൾ അവിടെ വെച്ച് കൊടുത്ത് അവരുടെ ആ പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റി. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയ സംഭവമായിരുന്നു. ഇപ്പം ഈ ഒരു ഇതിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സോളാർ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങൾ എന്താണ്? സത്യസന്ധമായി പറഞ്ഞാൽ സംതൃപ്തരായ ഒരുപാട് കസ്റ്റമർ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അവർ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മുടെയുള്ള ബന്ധം അവസാനിപ്പിക്കുന്നില്ല. ആ ബന്ധം എന്ത് ചെയ്യുന്നു, അവർ കണ്ടിന്യൂ ചെയ്യുന്നു. പല ആവശ്യങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടുന്നു. അവരുടെ കുടുംബങ്ങളിലോ അവരുടെ സുഹൃത്തുക്കളിലൊക്കെ സോളാർ ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നതിന് അപ്പുറത്ത് അവർ നമ്മളെ വിളിച്ച് പറയുന്നു, ഇങ്ങനെ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ ബന്ധപ്പെട്ടോ എന്നൊക്കെ പറയും. അത് നമുക്ക് വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. MB രാജേഷിൽ നിന്ന് സോളാർ മേഖലയിലുള്ള മികച്ച മുന്നേറ്റത്തിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് ഹാപ്പി എപ്പോഴും കസ്റ്റമർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ വളരെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾ, അയാൾ സോളാർ വെച്ച് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്, അതോ അയാൾ ഇപ്പോൾ നോർമലി KCB വഴി അങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക? ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു ലീഡ്സ് നമുക്ക് കിട്ടുമ്പോൾ ആ കസ്റ്റമറുടെ കറണ്ട് ബില്ല് എത്ര ആയിരുന്നു എന്നാണ് നോക്കിയിരുന്നത്. മുമ്പൊക്കെ ഞങ്ങളൊരു 5000 രൂപ കറണ്ട് ബില്ല് കൂടുതലുള്ളവർക്കാണ് സോളാർ റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ന് എല്ലാ വീടുകളും ചൂട് കൂടിയപ്പോൾ AC അതുപോലെ തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും ഇലക്ട്രിക് സ്കൂട്ടികളുണ്ട്, അതുപോലെ തന്നെ കാറുകളുണ്ട്. ചൂട് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ACയുടെ ഉപയോഗം കൂടുന്നു. എയർ ഫ്രയറുകൾ ഉപയോഗിക്കുന്നു, ഓവൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ വരെ ഇന്ന് 3000 രൂപയ്ക്ക് മുകളിലാണ് ബില്ല് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാളാണെങ്കിൽ അവരൊരു വർഷത്തിൽ KCBക്ക് കൊടുക്കുന്നത് 6 മാസം കൊണ്ട് 30,000 രൂപയാണ്. എന്നാൽ 5000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമർ ഇന്ന് സബ്സിഡി കഴിച്ചിട്ട് നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരുന്നത് 1,35,000 രൂപയാണ്. 1,35,000 രൂപ മുടക്കി കഴിഞ്ഞാൽ 2.5-3 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, മുടക്കിയ സംഖ്യ റിട്ടേൺ കിട്ടുകയും നീണ്ട 20 വർഷക്കാലം വൈദ്യുതി സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ എനിക്കിപ്പോൾ സോളാർ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ തോന്നുന്നു എൻ്റെ വീട്ടിൽ സോളാർ വെച്ചാലോ എന്ന്. എങ്ങനെയായിരിക്കും നിങ്ങൾ എന്നെ അഡ്വൈസ് ചെയ്യുക? നമ്മൾ ആദ്യം നോക്കുക നിങ്ങളുടെ കറണ്ട് ബില്ല് എത്രയാണെന്നാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ എത്ര AC ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടോ, കാറുണ്ടോ എന്നൊക്കെ നോക്കും. എല്ലാം ഉണ്ട്, നിങ്ങൾ ഓക്കെയാണ്. ഒരു 10,000 രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ ഒരു 5 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും. അതേ സമയത്ത് നിങ്ങളൊരു 3000 രൂപ കറണ്ട് ബില്ല് വരുന്നുള്ളൂ, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ത് ചെയ്യും, നമ്മൾ നോക്കും. അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്ര കിലോവാട്ടിൻ്റെ ഒരു പ്ലാന്റാണ് നിങ്ങൾ വെക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ഗുഡ്. ഈ സോളാർ വെക്കുന്ന ആളും വെക്കാത്ത ആളുകളുണ്ടല്ലോ, വെക്കാത്ത ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും ഫ്യൂച്ചറിൽ സോളാറിലേക്ക് വരേണ്ടി വരും. ഒരു സാധാരണക്കാരൻ വരെ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത്
പിന്നെ സ്വതന്ത്രമായി വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുക. കാരണം എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറുകൾ പിന്നെ കാറുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ AC ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂടാണെങ്കിൽ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സോളാറിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. കാരണം കറണ്ട് ബില്ല് എന്തായാലും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനുള്ള മികച്ച സൊല്യൂഷനുമാണ് സോളാർ. കാരണം മുടക്ക് മുതൽ എത്രയും പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്നൊരു ഇൻഡസ്ട്രി സോളാറിനെ പോലെ വേറൊന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ 78,000 രൂപയാണ് സബ്സിഡി ആയിട്ട്, വലിയൊരു എമൗണ്ട്. വേറൊരു സംരംഭത്തിന് ഇത്രയും സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. തുടക്കത്തിൽ ഈ സോളാർ സ്ഥാപിക്കുന്നതിന് കുറേ ഡിഫിക്കൽട്ടീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് വരിക? ഗവൺമെൻറ്റിന് എന്തെങ്കിലും പ്രത്യേക പെർമിഷൻസ് എടുക്കേണ്ടതുണ്ടോ? കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കിയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനും ഇതിൻ്റെ കണക്ഷൻസ് ലഭിക്കാനും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പേയ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്? പേയ്മെൻറ്റിന് ഒരു കസ്റ്റമർക്ക് സോളാർ വേണമെങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങൾ പിന്നെ എല്ലാം ഏറ്റെടുത്ത് അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ഒരു എക്സ്ട്രാ ചാർജുകളും പേയ്മെൻറ്റ് ഈടാക്കുന്നില്ല. ഇപ്പോൾ ചില കമ്പനികളൊക്കെ മീറ്റർ കൊടുക്കാറില്ല. KSEB ആണ് മീറ്റർ തരേണ്ടത്, ഞങ്ങൾ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറും. ആ ഒരു മീറ്റർ, ഒരു 5,000 രൂപയുടെ മീറ്റർ കൊടുക്കാത്തതിൻ്റെ പേരിൽ 2 മാസം 3 മാസമൊക്കെ കണക്ഷൻ കിട്ടാത്ത ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. പേയ്മെൻറ്റ് ആ 5,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് നോക്കാതെ തന്നെ പേയ്മെൻറ്റിൽ നിന്ന് സോളാർ വാങ്ങുകയാണെങ്കിൽ ആ KSEB നൽകേണ്ട മീറ്റർ വരെ നമ്മളാണ് കൊടുക്കുക. അതിൻ്റെ പേരിൽ ഒരു ദിവസം പോലും കണക്ഷൻ കിട്ടാൻ വൈകൃതി എന്നുള്ളതാണ് പേയ്മെൻറ്റ് സോളാറിൻ്റെ നിബന്ധന. കാരണം ഒരു 10 കിലോവാട്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 40 മുതൽ 60 യൂണിറ്റ് വരെയാണ് പ്രൊഡക്ഷൻ കിട്ടുക. ഒരു 7 ദിവസം കണക്ഷൻ കിട്ടാൻ വൈകി കഴിഞ്ഞാൽ 6-7-42 420 യൂണിറ്റ് കറണ്ട് എന്ത് ചെയ്യാണ്, ലോസായി പോവുകയാണ്. അപ്പോൾ അത്തരം A to Z കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പേയ്മെൻറ്റ് സോളാർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും പ്രത്യേക പെർമിഷൻസ് നമ്മൾ പഞ്ചായത്തിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ കോർപ്പറേഷനിൽ നിന്നൊക്കെ എന്തെങ്കിലും പെർമിഷൻസ് എടുക്കണോ ഞാൻ സോളാർ വെക്കുന്ന സമയത്ത്? KSEB നിന്നാണ് അനുമതി വാങ്ങേണ്ടത്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന് കീഴിൽ ഇത്ര കപ്പാസിറ്റിയുള്ള സോളാറുകൾക്ക് KSEB അനുമതി തരികയുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ KSEB അനുമതി തന്നിട്ട് KSEB പറ്റിയൊരു ഫാൾട്ടാണ്. കൊണ്ടോട്ടിയിൽ 1.5 വർഷം മുമ്പ് വെച്ച് കൊടുത്തൊരു സോളാറിന് ഇപ്പോഴും കണക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം കണക്ഷൻ തന്നെ KSEB കഴിയില്ല, ആ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി തീർന്നിരിക്കുകയാണ്. ഇനി പുതിയ ട്രാൻസ്ഫോമർ അവിടെ സ്ഥാപിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ വീട്ടിലേക്ക് സോളാറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ KSEB നിന്നാണ് ആദ്യം അനുമതി കിട്ടേണ്ടത്. പിന്നെ സബ്സിഡി സംബന്ധമായ വർക്കുകളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഓൺലൈൻ വഴി ചെയ്യുക. സ്വാഭാവികമായിട്ടും സബ്സിഡി എന്ന് പറഞ്ഞ സംഭവം ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സോളാറിൻ്റെ ഉപഭോക്താവിന് സബ്സിഡി കിട്ടുന്നത്? ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? സബ്സിഡി ഉപഭോക്താവിൻ്റെ പാസ്ബുക്ക് അതുപോലെ തന്നെ ID കാർഡ് ഇത് രണ്ടും വെച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്കാണ് ഈ 78,000 രൂപ വരിക. പേയ്മെൻറ്റിനെ സംബന്ധിച്ച് ആ സബ്സിഡി കഴിച്ച എമൗണ്ട് മാത്രമേ പേയ്മെൻറ്റ് വാങ്ങുന്നുള്ളൂ. എപ്പോഴാണോ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ഈ സബ്സിഡി തുക കയറുന്നത് അപ്പോൾ മാത്രം നമുക്ക് കൈമാറിയാൽ മതി. ടോട്ടൽ നിങ്ങൾ പറയുന്നത് 1,35,000 38,000 ഒരു 3 കിലോവാട്ടിന് ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയോട് കൂടി വെക്കാനുള്ള ചിലവ്. അതിൽ 78,000 രൂപ ഗവൺമെൻറ് അല്ല, ഒരു സബ്സിഡി കഴിച്ച എമൗണ്ടാണ് 1,35,000 എന്നുള്ളത്. ഓക്കെ, അപ്പം 1,35,000 രൂപയാണ് ഒരാൾക്ക് ചിലവാക്കേണ്ടി വരും. നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ, ഇത് മുതലാക്കിയ ഈ പൈസ എനിക്ക് എപ്പോൾ തിരിച്ചു കിട്ടും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ROI ഇത്രയും പെട്ടെന്ന് ROI കിട്ടുന്ന മറ്റൊരു സംരംഭം ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അതെങ്ങനെയായിരിക്കും അത് പെട്ടെന്ന് കിട്ടുന്നു എന്ന് പറയാനുള്ളത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അതായത് ഒരു 5,000 രൂപ കറണ്ട് ബില്ല് വരുന്ന ആൾ KSEBക്ക് കൊടുക്കേണ്ടത് ഒരു വർഷത്തിൽ 30,000 രൂപയാണ്. അപ്പോൾ ഒരു 3-3.5 വർഷം കൊണ്ട് എന്ത് ചെയ്യണം, 1,30,000 രൂപ കറണ്ട് ബില്ലിനത്തിൽ അവർ KSEBക്ക് കൊടുക്കണം സോളാർ വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ 1,35,000 രൂപ സോളാർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ROI പെട്ടെന്ന് കിട്ടും. ബാക്കി ഒരു നീണ്ട 20 വർഷത്തോളം ഫ്രീ ആയിട്ട് അവർക്ക് കറണ്ട് ഉപയോഗിക്കാമല്ലോ. ശരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് വളർച്ച ഭയങ്കര അത്ഭുതകരമാണ്. കാരണം കോവിഡിന് ശേഷം പട്ടാമ്പിയിൽ തുടങ്ങിയ ഒരു സംഭവം ഇപ്പം എറണാകുളത്തും മലബാറിൽ കണ്ണൂരിലൊക്കെ ഇത് വന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി? ഈ ഒരു ജേണി എന്നുള്ളത് നമ്മൾ പട്ടാമ്പിയിലാണ് ഹെഡ് ഓഫീസെങ്കിലും നമ്മൾ കസ്റ്റമർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കസ്റ്റമർ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഇത്രയും വേഗത്തിലൊരു വളർച്ച നമുക്കുണ്ടായത്. അപ്പോൾ ആഫ്റ്റർ സർവീസ് ഉറപ്പ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളമശ്ശേരിയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലൊക്കെ നമ്മൾ ഷോറൂം ആരംഭിച്ചത്. കാരണം സോളാർ വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് നമുക്കവിടെ സർവീസ് കൊടുക്കാൻ പറ്റണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 10 കിലോവാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് 2 ദിവസം മുടങ്ങിക്കിടന്നാൽ 80 യൂണിറ്റ് കറണ്ടാണ് കസ്റ്റമർക്ക് ലോസ് വരിക.
ഈ ഫോളോ അപ്പ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം ആഫ്റ്റർ സർവീസായിട്ട് കംപ്ലയിൻറ്റ്സ് വന്നാൽ അതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? അതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ്? നമ്മളിത് 15ഓളം ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ്. ഇത് ഒരു വിളിക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ വീട്ടിലെത്തി അവിടുത്തെ പ്രശ്നം കണ്ടെത്തി പരിഹരിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ കൂടുതലും മെറ്റീരിയൽസ് ഉപയോഗിക്കും, പിന്നെ വാങ്ങുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റികളുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതൽ വാങ്ങുക. അപ്പോൾ നമുക്ക് സൗകര്യമാണ്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മളെ സ്റ്റോക്കിൽ നിന്ന് അതെടുത്ത് മാറ്റി കൊടുത്ത് പിന്നെ കമ്പനിക്ക് അയച്ചാൽ മതി. ഈ വാറൻറ്റിയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയി അത് രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിയുടെ ആളുകൾ അവിടെ വന്ന് നോക്കുന്നത് വരെ എന്ത് ചെയ്യണം, ഈ പ്ലാന്റ് അവിടെ മുടങ്ങിക്കൊടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റികളുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറേ സോളാർ കമ്പനികളുണ്ടല്ലോ, ഇതിൽ ചിലതൊന്നും ഈ ആഫ്റ്റർ സർവീസ് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ഒരു വീട്ടിൽ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിരുന്നു 2 മാസം മുമ്പ്. പിന്നെ ഒരാൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടു, എൻ്റെ വീട്ടിലെ സോളാർ പ്ലാന്റ് വേറെ ടീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്, സർവീസ് കിട്ടുന്നില്ല, ഞങ്ങളവരുടെ വീട്ടിൽ വരെ തിരഞ്ഞു പോയി, പക്ഷെ അവർ വരാനോ നേരാക്കാനോ തയ്യാറാവുന്നില്ല, പിന്നെ നിങ്ങളൊന്ന് വരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ 2 ഫ്യൂസ് പോയൊരു ചെറിയൊരു വിഷയമാണ്. അതുപോലും വന്ന് മാറ്റി കൊടുക്കാൻ തയ്യാറാവാത്ത ഒട്ടേറെ കമ്പനികളുണ്ട്. അതേസമയത്ത് തന്നെ ഞങ്ങളെപ്പോലെ നല്ല ക്വാളിറ്റി കൊടുക്കുന്ന ആഫ്റ്റർ സർവീസ് കൊടുക്കുന്ന കമ്പനികളും കേരളത്തിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നോക്കുമ്പം എനിക്ക് ഈ കമ്പനി കുറച്ചും കൂടി സ്റ്റാൻഡേർഡാണ്, ഇതിനൊരു ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സർട്ടിഫിക്കേഷൻസൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ എന്തെങ്കിലും സ്റ്റാൻഡേർഡൈസേഷൻസോ ഉണ്ടോ ഇത്തരം കമ്പനികൾ? ഇപ്പോൾ MNRയിൽ ഇവരെത്ര വർക്ക് എടുത്തിട്ടുണ്ട് എന്നത് നമുക്ക് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളൊക്കെ 1000-ലധികം വർക്കുകൾ MNRയിൽ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നോൺ സബ്സിഡി വർക്കുകൾ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ വലിയ വലിയ വർക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ അവൈലബിൾ ആണ്. നമ്മളെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ വർക്ക് എടുക്കുന്നുണ്ട്, എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്, നല്ല സ്ട്രെങ്ത് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോളാർ കമ്പനീനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എവിടുന്ന് ഏത് വെബ്സൈറ്റിൽ നോക്കിയാലാണ് എനിക്ക് മനസ്സിലാവുക? ഈ MNR തന്നെ പോയാൽ മതി. KSEBിയുടെ MNR വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല കമ്പനിയാണോ, ടോപ്പ് 10-ലാണോ, ടോപ്പ് 20 ആണോ എന്നൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വഞ്ചിതരാവില്ല, നമുക്ക് ട്രസ്റ്റ് കിട്ടും എന്നുള്ളതാണ്. ഇതിൽ ഒരു നെക്സ്റ്റ് ഇതിലുണ്ടാവാൻ പോകുന്ന ഒരു റെവല്യൂഷൻ എന്താണ് സോളാർ ബിസിനസ്സിൽ? സോളാർ ബിസിനസ് നെക്സ്റ്റ് ഉണ്ടാവാൻ പോകുന്ന ഒരുപാട് പിന്നെ മാറ്റങ്ങൾ ഇതിൽ വരാനുണ്ട്. ചിലപ്പോൾ നമ്മുടെ പിന്നെ ഇപ്പോൾ നമ്മുടെ റൂഫ് ഷീറ്റുകളുണ്ടല്ലോ, അതൊക്കെ സോളാർ പാനലുകളായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റൂഫ് ഷീറ്റുകൾ സോളാർ പാനലുകളായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇതിലൊരു ബൂമിങ് ഉണ്ടാവുന്നുണ്ടല്ലോ സോളാർ ബിസിനസ്സിലേക്ക്? മുഴുവൻ ആളുകളും ഇങ്ങനെ ഒരു ടേൺ ചെയ്യാൻ പോകുന്നത് ഈ പ്രളയമൊക്കെ ഉള്ളതുകൊണ്ടാണോ? പ്രളയം, പവർ കട്ട്, അതുപോലെ തന്നെ അമിതമായ പിന്നെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലുകൾ, പിന്നെ വൈദ്യുതി ഉപയോഗം കൂടുതലാണല്ലോ. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷൻ തേടിക്കൊണ്ട് എല്ലാവരും സോളാറിലേക്ക് വരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമുക്ക് തന്നെ സേവ് ചെയ്ത് നമുക്ക് തന്നെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇതിലേക്ക് വരുന്നു. നിങ്ങൾ ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമാണ് എംപ്ലോയീസിനെ നമ്മളുടെ കൂടെ നിലനിർത്തുക എന്ന് പറയുന്നത് അല്ലേ? പ്രത്യേകിച്ചും ഇങ്ങനത്തെ ടെക്നീഷ്യൻസ് ഒക്കെ ആകുമ്പോൾ അവരെ കൊത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യാറുള്ളത്? ഇപ്പോൾ നമ്മളെ കൂടെ തന്നെ ഉള്ളൊരു എഞ്ചിനീയർ ഉണ്ട്, ലിബിൻ മൈക്കിൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളൊരു സോളാർ എക്സ്പോക്ക് പോയപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. അദ്ദേഹത്തെ പിന്നെ ഞങ്ങൾ ഈ മേഖലയിൽ ഞങ്ങൾക്ക് പരിചയം കുറവാണ്. പല സംശയങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ സത്യസന്ധമായിട്ട് യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, നമുക്ക് വേണ്ട നോളജൊക്കെ തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ നമ്മുടെ കമ്പനിയിലേക്ക് എടുത്ത് ഇന്ന് ഞങ്ങളുടെ അതേ പൊസിഷനിൽ അദ്ദേഹം വളർന്നു വരികയാണ്. ഇതുപോലത്തെ ഒരുപാട് സ്റ്റാഫുകൾ നമുക്കുണ്ട്. നമ്മളെ കമ്പനി വളരുന്തോറും എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാഫിനെയും നമ്മൾ വളർത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മളെ വിട്ട് പോകുന്നില്ല. 10 വർഷം 7 വർഷം 8 വർഷമൊക്കെ സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും മണി ലീവറേജുകൾ വരുമോ? ശരിക്കും എവിടെയാണ് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബാലൻസോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ ഒക്കെ എവിടെയെങ്കിലും നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കേണ്ട എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഒരുപാട് കമ്പനികൾ ഇതിൽ അവൈലബിൾ ആണ്. ഈ കമ്പനികളൊക്കെ എത്രമാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ വാറൻറ്റി മറ്റ് സംഭവങ്ങളൊക്കെ പിന്നെ കൃത്യമായിട്ട് ഭാവിയിൽ തരുമെന്നൊരു ആശങ്ക ഞങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകൾക്കുണ്ട്. മാക്സിമം നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് മാർക്കറ്റിൽ അറിയപ്പെട്ട വർഷങ്ങളായി നിലനിൽക്കുന്ന ബ്രാൻഡുകളുടെ സാധനങ്ങളാണ് നമ്മളൊക്കെ വാങ്ങുന്നത്. പർച്ചേസ് ചെയ്യുന്നിടത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വാറൻറ്റി തരേണ്ടത് കമ്പനികളാണല്ലോ. അപ്പോൾ ഈ കമ്പനികളും എന്ത് ചെയ്യണം, ഭാവിയിൽ നിലനിൽക്കാൻ കഴിയുന്ന കമ്പനികളാണ്, ഇവിടെ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്ന കമ്പനികളായിരിക്കണം. ബെയ്മൻ്റെ സർവീസുകൾ ഈ ഒരു കാലയളവിൽ ഷറഫുദ്ദീൻ സാറിന് ഇങ്ങനെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഓർമ്മകൾ പറയാൻ എന്താ ഉണ്ടാവുക ഈ ഒരു ജേണിയിൽ? ഈ ജേണിയിൽ ഞാൻ നടത്തിയ സോളാർ യാത്ര തന്നെയാണ് എൻ്റെ
പിന്നെ നമുക്ക് പലപ്പോഴും മധുരിക്കുന്ന ഓർമ്മകൾ തരുന്നത്. കാരണം കസ്റ്റമറെ നമ്മൾ നേരിട്ട് കാണുകയാണ്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കാനും ആ ഒരു യാത്രയിൽ നമുക്ക് പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ട യാത്ര മഴ മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു സോളാർ യാത്ര ഒരു സംഭവം. ഞാൻ ചോദിക്കുന്നത്, ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഇതിലൊരു നൂതന ആശയം വന്നു, ഇപ്പം അവർ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വന്നാൽ നിങ്ങൾ അവരെ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുക കസ്റ്റമേഴ്സിനെ? ഇപ്പോൾ ഓൺ ഗ്രിഡ് സോളാർ വെച്ചവർക്ക് ഹൈബ്രിഡിലേക്ക് മാറാനുള്ള എല്ലാവിധ സൊല്യൂഷനും ഉണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് മാറാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ഡിസ്കൗണ്ട് ഓഫേഴ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് R&D ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഉണ്ട്. ഈ മേഖലയിൽ വരുന്ന പിന്നെ അപ്ഡേഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും മോണിറ്റർ ചെയ്യുകയും അത് എത്രയും വേഗത്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടോപ്കോൺ പാനലിൻ്റെ ഏറ്റവും മുകളിലുള്ള പാനലാണ് HJT പാനൽ. ഇപ്പോൾ അത് നമ്മളടുത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് പ്ലാന്റുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ അപ്ഡേഷൻസിനെ നിങ്ങൾ തന്നെ കസ്റ്റമേഴ്സിനെ അറിയിക്കാനുള്ള എന്തെങ്കിലും സൗകര്യമോ അല്ലെങ്കിൽ ഇവരുടെ നെറ്റ്വർക്ക് നിലനിർത്താനുള്ള എന്തെങ്കിലും സംവിധാനമോ ഫ്രീ അഡ്വൈസസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? നമ്മൾ 24/7 ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കതിന് കോൾ എടുക്കാനും അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകളുണ്ട്. കാരണം ഏതൊരാൾക്കും സംശയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഫ്രീ ആയിട്ട് ഇനി അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ട പിന്നെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനുള്ള ആളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ മലയാളികളോട് സോളാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് ഷറഫുദ്ദീൻ സാറിന് പറയാനുള്ളത്? സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യുക, പിന്നെ യാതൊരുവിധ പിന്നെ ആശങ്കക്കും വകുപ്പില്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു തീരുമാനമെടുക്കുക, സോളാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം എന്തായാലും നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഫ്യൂച്ചറിൽ സോളാറിലേക്ക് വരേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ നാട്ടുകാരനായ ഒരു സുഹൃത്ത്, പിന്നെ ഞാൻ സോളാർ ബിസിനസ് തുടങ്ങിയപ്പോൾ എനിക്കറിയാം ആ വീട്ടിൽ 10,000-12,000 ഒക്കെ ബില്ല് വരുന്നത്. ഞാൻ പറഞ്ഞു സോളാർ വെച്ചെന്ന്. പക്ഷെ അന്നൊന്നും പുള്ളി കേട്ടില്ല. ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് സോളാറിലേക്ക് വന്നത്. അപ്പോൾ ആ പുള്ളിക്കുണ്ടായ നഷ്ടം 1.5 ലക്ഷം രൂപയോളാണ് ഞാൻ കണക്കൂട്ടി വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഏതായാലും ഫ്യൂച്ചറിൽ സോളാറിലേക്ക് വരേണ്ടി വരും. അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ശരിക്കും ഒരു കണക്ഷൻ എടുത്തു എന്ന് വെച്ചോ, നമ്മുടെ പേരിൽ വിവിധ വീടുകളിൽ ചിലപ്പോൾ ഈ KCBയിൽ നമ്മൾ കണക്ഷൻ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ? നിങ്ങൾക്കിപ്പോൾ ഒരു വീട്ടിൽ സോളാർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ വീടുണ്ട് അല്ലെങ്കിൽ സ്ഥാപനമുണ്ട്, അവിടുത്തെ കറണ്ട് ബില്ല് മൈനസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരേ ഒരു നിബന്ധന ഉണ്ട്, എല്ലാം നിങ്ങളുടെ പേരിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അത് നടക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് അങ്കമാലിയിൽ ഒരു വീടുണ്ട്, മണ്ണാർക്കാട് ഒരു ഷോപ്പുണ്ട്. ഈ അങ്കമാലി വീടിൻ്റെ മേലെ സോളാർ വെച്ചുകൊണ്ട് പിന്നെ മണ്ണാർക്കാട് ഷോപ്പിൻ്റെ കറണ്ട് ബില്ല് മൈനസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി എത്ര വേണ്ടെങ്കിലും ചെയ്യും. എല്ലാം ഒരാളുടെ പേരിലായിരിക്കണം. അത് മാത്രമേ അതിന് നിബന്ധന ഉള്ളൂ. എങ്ങനെയാണ് ഇനി പേയ്മെൻറ്റിൻ്റെ ഒരു യാത്ര, ഇനി ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും പേയ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് എല്ലാ ജില്ലകളിലും ഓരോ ഷോറൂം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം 4 ജില്ലകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2030 കൂടിയിട്ട് കേരളത്തിലെ പിന്നെ മുഴുവൻ ജില്ലകളിലും ഈ 2 ഷോറൂം വീതം പേയ്മെൻറ്റിന് ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളുടെ പ്ലാന്. അതിലേക്കുള്ള യാത്രയിലാണുള്ളത്. ഈ വർഷം തന്നെ 2 ഷോറൂമുകൾ ഓപ്പൺ ആവും. പേയ്മെൻറ്റ് എന്തുകൊണ്ട് മറ്റ് സോളാർ ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമാകുന്നു? സോളാർ രംഗത്ത് വരുന്ന അപ്ഡേഷൻ അത് നേരത്തെ കണ്ടെത്തി ഞങ്ങളുടെ കസ്റ്റമറിലേക്ക് ഞങ്ങൾക്ക് വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിനുവേണ്ടി ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കീഴിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഷറഫുദ്ദീൻ സാറിനെ സംബന്ധിച്ച് ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ് അല്ലേ. ഇതിലെ ടെക്നോളജി നമുക്ക് അക്വയർ ചെയ്യേണ്ടതുണ്ട്, ബിസിനസ് നമുക്ക് അക്വയർ ചെയ്യേണ്ടതുണ്ട്, ഈ നെറ്റ്വർക്കിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്ങനെയാണ് നിങ്ങളൊരു മാർക്കറ്റിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇതിലൊരു ടെക്നോളജി, ഇപ്പം R&D ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ് ലീഡർ സ്വായത്തമാക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കാറുള്ളതൊക്കെ? നമ്മൾ ബിസിനസ് എപ്പോഴും പഠിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. നമ്മളെപ്പോഴും ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ മേഖലയിൽ വരുന്ന അപ്ഡേഷൻ, അതുപോലെ തന്നെ എക്സ്പോകൾ, യാത്രകൾ, ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്നു. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ മാറ്റങ്ങളിൽ നിന്ന് നല്ലത് മാത്രം നമ്മളെടുത്ത് അത് വേഗത്തിൽ നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മളെ എപ്പോഴും ട്രെയിൻഡാണ് നമ്മുടെ സ്റ്റാഫുകളൊക്കെ, എപ്പോഴും ട്രെയിൻഡ് ആയിരിക്കും. എല്ലാ അപ്ഡേഷനും നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് നമ്മൾ വേഗത്തിൽ എത്തിച്ചു കൊടുക്കും, നല്ല നോളേജ് കൊടുക്കും. ഇത്തരം കുറേ കാര്യങ്ങളാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇനി ഒരു കസ്റ്റമർ നേരിടുന്ന വെല്ലുവിളികൾ ഉണ്ടാവുമല്ലോ ഈ ഒരു മേഖലയിൽ. ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും ഫ്രീ സർവീസുകൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഉപയോഗിക്കാത്ത ആളാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഫ്രീ സർവീസ് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടോ? കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോളാർ വെച്ച് കൊടുക്കുന്നത്. ഒരു സാമ്പത്തിക ലാഭം മാത്രം നോക്കിയിട്ടല്ല. കാരണം ഒരു പാനൽ വെച്ച് കഴിഞ്ഞാൽ അത് 60 മരങ്ങൾക്ക് തുല്യമാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ. കാരണം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ജലവൈദ്യുത സ്രോതസ്സുകളുള്ളത്. മറ്റുള്ളിടത്തൊക്കെ മരങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന കാർബൺ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന വൈദ്യുതികളാണ് നമ്മൾ മേടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രമാത്രം പ്ലാന്റുകൾ നമ്മൾ വലുതാക്കി കൊണ്ടുവരുന്നു, അപ്പോൾ അത്രയും പൊല്യൂഷൻ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. എന്താണ് ബെയ്മെൻറ്റിൻ്റെ ഒരു MD എന്ന നിലക്ക് ഷറഫുദ്ദീൻ സാറിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? പ്രത്യേകിച്ചും ഈ ഒരു ബിസിനസ് മേഖലയിലൊക്കെ കടന്നു വരുന്ന സോളാർ ബിസിനസ്സിലും മറ്റ് ബിസിനസ്സുകളിലൊക്കെ തുടക്കക്കാരായ ആളുകൾക്ക്. ഇപ്പോൾ ബിസിനസ് ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബിസിനസ്സിലേക്ക് വരുന്നു, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വരുന്നവരൊക്കെ ഉണ്ട്. നല്ല ലക്ഷ്യങ്ങളോട് കൂടി വരുന്നവരുണ്ട്. എന്തായാലും പെട്ടെന്ന് പണം ഉണ്ടാക്കുക, ഒരു ആഡംബര ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരിക്കലും ബിസിനസ്സിലേക്ക് വരരുത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട ജേണിയാണ്. അതിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിപരീതമായ പലതും സംഭവിക്കാനുണ്ടാകും. ഇതൊക്കെ താങ്ങാനുള്ള മനക്കരുത്ത് കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങളുടെ സംസാരത്തിൽ ഒത്തിരി ജീവിത പാഠങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. ശരിക്കും ഈ ഒരു ബിസിനസ് ജേണിയിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച് അല്ലെങ്കിൽ സ്ട്രഗിൾ എന്തായിരുന്നു? അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത്? പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കൊണ്ടുവരുന്ന സംഭവങ്ങൾ നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് എല്ലാം നല്ലതിനാണ് എന്നുള്ള ഒരു മൈൻഡാണ് നമുക്ക് ഉണ്ടാവുക. നല്ലത് വന്നാലും നല്ലതിനാണ്, ചീത്തത് വന്നാലും നല്ലതിനാണ് എന്നുള്ളൊരു മൈൻഡ് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് വെച്ചിങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ട് പോകും. പലപ്പോഴും പതറിയിട്ടുണ്ട്. ആ പതർച്ചകളൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ ഒരു വിജയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ അഭിമാനം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സർവൈവൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു അതിജീവനം? അല്ല, നമുക്ക് നമ്മിൽ അഭിമാനം തോന്നുന്നതിനപ്പുറത്തെ നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ 50ഓളം ഓൺ സ്റ്റാഫുകൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സ്വയം അഭിമാനിക്കുന്നതിനപ്പുറത്ത് നമുക്കൊരു ടീമുണ്ട്. ആ ടീമാണ് നമ്മുടെ സ്ട്രെങ്ത്. നാളെ നമ്മളില്ലാതായാലും എൻ്റെ ഈ സോളാർ ബിസിനസ് ആ ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ നമ്മളവരെ വളർത്തിയിട്ടുണ്ട്. ബിസിനസ്സുകാരുടെ വേറൊരു വലിയ ചലഞ്ചാണ് ഫാമിലി മാനേജ് ചെയ്യാന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് യാത്രകൾ, നന്നായി യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫാമിലി, മക്കൾ, അതൊക്കെ എങ്ങനെയാണ്, എന്താണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം? നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ നമ്മൾ യാത്രയാണെങ്കിലും 2 ദിവസം എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാവും. കൂടുതൽ യാത്രകളിലാണെങ്കിൽ ഒരു പകലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് ഫ്രീ ആയിരിക്കും. അത് മൈൻഡും ഒന്ന് റിഫ്രഷ്മെൻറ്റ് ചെയ്യാൻ ഫാമിലിയോട് കൂടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഉണ്ടാകും. ഫാമിലി ഇല്ലാതെ നമുക്ക് ഒന്നുമില്ല. ഫാമിലിയിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹൈബ്രിഡ് ആണ് ഇതിലെ പ്രീമിയം എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെയും സാറ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഹൈബ്രിഡ് ആണ് എല്ലാവരും വെക്കേണ്ടത് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഹൈബ്രിഡിന് ഇത്രയും സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഹൈബ്രിഡ് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മുടെ വീട് ഇരുട്ടിലാവില്ല. കറണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അത് എത്ര കാലം വേണമെങ്കിലും. ഇപ്പോൾ ഹൈബ്രിഡ് സോളാറിലെ ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻ്റി ഉള്ള ബാറ്ററികളാണ് ബെയ്മെൻ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടക്കിയ മുതൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, റിട്ടേൺ കിട്ടുകയും നീണ്ട 10 വർഷത്തോളം ഫ്രീ ആയിട്ട് കറണ്ട് ഉപയോഗിക്കാനും പറ്റും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പലരും എടുക്കാത്തതിൻ്റെ ഒരു കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറേ ആശങ്കകളും സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തന്നെ സാറിനോട് സംസാരിച്ചപ്പോൾ കുറേ ക്ലാരിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത്തരം സംശയങ്ങൾ നിവാരണം ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ബെയ്മെൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഏത് നിമിഷവും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 5 ടെക്നിക്കൽ എൻജിനീയർമാർ, അതും B ക്ലാസ് എൻജിനീയർമാർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. കേരളത്തിൻ്റെ ഏത് മൂലകളിലും ഫ്രീ ആയിക്കൊണ്ട് സൈറ്റ് വിസിറ്റ് നടത്തി ഏതൊരാളുടെയും സോളാർ സംബന്ധമായ സംശയങ്ങൾ ഫ്രീ ആയിട്ട് നമ്മൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. ചിലപ്പോൾ എനിക്ക് എടുക്കേണ്ടതെന്ന് വരില്ല കേട്ടോ, ഞാൻ വെറുതെ വിളിച്ച് ചോദിക്കും. തീർച്ചയായും നിങ്ങൾ എടുത്തോളന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് സോളാർ വാങ്ങണമെന്നില്ല. ഇനി വാങ്ങി വെച്ചവരാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സർവീസോ ആഫ്റ്റർ സർവീസ് കിട്ടാത്ത എന്ത് കേസാണെങ്കിലും ഒരു പ്രതിഫലവും നിങ്ങൾ തരണമെന്നില്ല. ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ തീർത്തരും. എന്തെങ്കിലും മെറ്റീരിയൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ പൈസ മാത്രം നിങ്ങൾ തന്നാൽ മതി. അത്രയും ഫ്രീ ആയിക്കൊണ്ട് ഈ സോളാർ മേഖലയിൽ സേവനം ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആളുകൾക്കുള്ള വലിയൊരു ആശങ്കയാണ് സോളാറിൻ്റെ നിയമങ്ങൾ ഡെയിലി മാറുകയാണ്, ഡേ ബൈ ഡേ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പലരും സോളാറിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ശരിക്കും?
അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ കറണ്ട് ബില്ലിനെ ബേസ് ചെയ്തിട്ട് ഒരാൾ സോളാർ വെക്കുകയാണെങ്കിൽ അയാൾ മുടക്കിയ മുതൽ ഒരു 2.5-3 വർഷം കൊണ്ട് നിലവിലുള്ള നിയമപ്രകാരം റിട്ടേൺ കിട്ടും. പിന്നെ ഒരു നീണ്ട 20-22 വർഷം സൗജന്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ KSEB നിയമം മാറ്റുകയാണെങ്കിൽ, പുതിയ നിയമം കൊണ്ടുവരികയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. നിയമം വരുമെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. ഇനി നിയമം മാറ്റുകയാണെങ്കിൽ പോലും ഒരു 4 വർഷം കൊണ്ടേ എന്ത് ചെയ്യുള്ളൂ, ഈ മുടക്കി മുതൽ റിട്ടേൺ കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം വരാനുള്ളത്. എന്തായാലും സോളാർ എന്താണ്, ഭയങ്കര ലാഭകരമാണ്. അത് വെക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വെക്കുക. നിയമം മാറിയാലും ലാഭമാണ്, നിയമം മാറിയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ ലാഭകരമാണ്. ശരിക്കും ബിസിനസിന്റെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് നല്ലൊരു ടീം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എങ്ങനെയാണ് സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് ഈ 4 ഷോറൂമുകളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ മാനേജ് ചെയ്യാറുള്ളത്? ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരണമെങ്കിൽ നല്ലൊരു ടീം നമുക്കിവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു ടീമിനെ വളർത്തുന്നതിൽ ബേയ്മെൻ്റ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് 50 പേര് നമ്മുടെ ടീമിലുണ്ട്. അവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആണ്, അതുപോലെ തന്നെ നല്ല എനർജറ്റിക്കുമാണ്. എന്തും ചെയ്യാൻ തയ്യാറായ ഒരു ടീമാണുള്ളത്. ചങ്ക് തരാൻ വേണ്ടി പറഞ്ഞാൽ ആ ചങ്ക് പറിച്ചു തരുന്ന ടീമുണ്ട്. അത്രയും കമ്മിറ്റ്മെൻറ്റാണ് ബേയ്മെൻറ്റിനോട്, ബേയ്മെൻറ്റിൻ്റെ കസ്റ്റമറോടും. അതാണ് ബേയ്മെൻറ്റിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെ ഒരു വലിയ വിജയരഹസ്യം. ഇതെന്തായാലും അവരിങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ്. ചിലപ്പോൾ എന്നേക്കാൾ ക്വാളിറ്റി കൂടിയ സ്റ്റാഫുകൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അവരുടെ ക്വാളിറ്റി ഉണ്ട്, ഞങ്ങളുടെ ക്വാളിറ്റി ഉണ്ട്. എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിനോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും സ്ട്രാറ്റജി? അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് വിശ്വാസത്തിലെടുക്കുക, അവരെ കേൾക്കാൻ തയ്യാറാവുക. അവർ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ശൈലിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, നിങ്ങളുടെ പേരാണ് ബേയ്മെൻറ്റ് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് എത്തിയത്? ബേയ്മെൻറ്റ് എന്നുള്ള പേരിലേക്ക് എത്തിയതിലൊരു കഥ ഉണ്ട്. അതായത് ഞാൻ ചെറുപ്പം മുതലേ വീടാന്തരം തുണിക്കച്ചവടം ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്തിങ്ങനെ കച്ചവടം ചെയ്ത് പോകുന്ന ഒരാളാണ്. പിന്നെ കാലക്രമേണ നമ്മൾ ബിസിനസ്സൊക്കെ മാറണമല്ലോ. അത് മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഷോപ്പ് ആരംഭിച്ചു. ആ ഷോപ്പിൽ നമ്മൾ എല്ലാം ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പേയ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്തു, ബേയ്മെൻ്റ് ആക്കി. അങ്ങനെയാണ് ബേയ്മെൻറ്റ് എന്നുള്ള പേര് വരുന്നത്. ആ ഷോറൂമിന് സോളാർ തുടങ്ങിയപ്പോൾ സോളാറും നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പേരിട്ടു. ഷറഫൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അല്ലേ? എന്തായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ്റെ സക്സസ് സ്ട്രാറ്റജി? നിങ്ങൾ കീപ്പ് ചെയ്യുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വളരെ ചെറുപ്പം മുതൽ തലച്ചുമടായിട്ട് തുണികൾ വീടാന്തരം കയറി വിറ്റിട്ടാണ് കച്ചവടത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. വർഷങ്ങളോളം ആ ബിസിനസ് ഇങ്ങനെ ചെയ്തു. പിന്നെ ഇത് പോരാ, ഇതിനേക്കാളൊന്നും മികച്ചത് വേണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ 2011-12 വളാഞ്ചേരിയിൽ നമ്മൾ യുണൈറ്റഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു വലിയ ഫർണിച്ചർ ഷോറൂം ആരംഭിച്ചു. ഒറ്റക്കാണ് തുടങ്ങിയത്. പിന്നെ അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് 2 പാർട്ട്ണർമാരെ നമ്മൾ കൂടെ ചേർത്തു. ആ ബിസിനസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പോരാ എന്ന് തോന്നി നമ്മൾ എന്ത് ചെയ്തു, ഹോം അപ്ലയൻസിൻ്റെ സ്വന്തമായ ഒരു ഷോറൂം ക്ലാസിക്കോ എന്നുള്ള പേരിൽ വളാഞ്ചേരി തന്നെ ആരംഭിച്ചു. ഇന്ന് ക്ലാസിക്കോക്ക് 3 ബ്രാഞ്ചുകളുണ്ട്. വളാഞ്ചേരിയിലുണ്ട്, എടപ്പാളിലുണ്ട്, അതുപോലെ തന്നെ കൂറ്റനാടുണ്ട്. അതിൽ നമുക്ക് 8 പാർട്ട്ണർമാരുണ്ട്. 8ഉം 3ഉം 11 ആയല്ലോ. പിന്നെ നമ്മൾ ഫർണിച്ചർ മാനുഫാക്ചറിങ്, ഒരു അല്ലമ്മ എന്ന് പറഞ്ഞ ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ 2014-15 കൂടിയിട്ട് ആരംഭിച്ചു. അതിൽ നമുക്ക് 2 പാർട്ട്ണർമാർ വേറുണ്ട്. ടോട്ടൽ എനിക്ക് 14 പാർട്ട്ണർമാരുണ്ട്. ഈ 14 പേരെയും ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. ടോട്ടലി നമുക്കിന്ന് 100ഓളം സ്റ്റാഫുകളുണ്ട്. പക്ഷേ കേരളത്തിൽ മുഴുവൻ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ബേയ്മെൻറ്റ് സോളാറിൻ്റെ പേരിലാണ്. കാരണം 2500-ലധികം പ്രൊജക്റ്റുകൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ബിസിനസ്സിൽ നമ്മളിങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുക. എപ്പോഴും ഇങ്ങനെ സ്റ്റക്കാവുന്നൊരവസ്ഥ ഒരു ബിസിനസ്സുകാരന് ഉണ്ടാവരുത്. നിരന്തരമായിട്ട് എന്ത് ചെയ്യുക, മാറ്റങ്ങൾക്ക് വിധേയമായി നല്ല വാല്യൂ കീപ്പ് ചെയ്ത് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്ത് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വളരും. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സാധനം 14 പാർട്ട്ണർമാരുണ്ട് എന്നുള്ളതാണ്. ഈ പാർട്ട്നേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യൽ പലപ്പോഴും ബിസിനസ്സിൽ വലിയൊരു ചലഞ്ചാണ്. എങ്ങനെയാണ് നിങ്ങളിതിനൊന്ന് മാനേജ് ചെയ്ത് പോകുന്നത്? ഞങ്ങൾ പരസ്പരം എന്ത് ചെയ്യും, കൂടിയിരുന്ന് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. എല്ലാവർക്കും എല്ലാതും പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ മീറ്റിങ്ങുകളിലുണ്ട്. എല്ലാവർക്കും പറയാം. ഇപ്പോൾ ഒരുപാട് പ്രായം കുറഞ്ഞ പാർട്ട്ണറുണ്ട്, എന്നേക്കാൾ പ്രായം കൂടിയ പാർട്ട്ണറുണ്ട്. എനിക്ക് ഭാര്യയും 5 മക്കളുണ്ട്, ഇപ്പോൾ 6ാമത്തെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വലിയൊരു സമൂഹത്തെ മാനേജ് ചെയ്ത് പോകുന്നൊരു പരിചയം നമുക്കുണ്ട്.
എന്നേക്കാൾ ക്വാളിറ്റി എൻ്റെ പാർട്ട്ണർമാർക്ക് ഉണ്ടാവുകൊണ്ടാണ് ഇത്രയും സക്സസ് ആയിട്ട് 10 വർഷത്തിലധികമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. പല മേഖലകളിലും പല ബിസിനസ്സുകാരും 1-2 പാർട്ട്ണർമാരുള്ളവർ വരെ പരസ്പരം സഹകരിക്കാതെ തെറ്റിപ്പിരിഞ്ഞ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. അവിടെ എന്നേക്കാൾ ക്വാളിറ്റി എൻ്റെ പാർട്ട്ണർമാർക്കും എൻ്റെ ജീവനക്കാർക്കും കൂടെ ഉണ്ടാവുകൊണ്ടാണ് ഇതിങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് എല്ലാം പോകുന്നുണ്ട്. ബെയ്മെൻ്റ് ആണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു നെക്സ്റ്റ് ബിസിനസ് എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ കൂടുതൽ ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് വെള്ളം. കുടിവെള്ളമാണെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിലും അതൊക്കെ മലിനമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളങ്ങൾ പിന്നെ ശേഖരിച്ചു, ലാബ് ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ നമ്മുടെ വീടുകളൊക്കെ അടുത്തടുത്ത വീടുകളാണല്ലോ, അവിടെ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം വരെ ഈ കിണറിലെ വെള്ളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിച്ചുകൊണ്ട് പലരും രോഗിയാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഴുക്ക് വെള്ളങ്ങളാണെങ്കിൽ വീട്ടിലെ ക്ലോസറ്റ്, അതുപോലെ തന്നെ വാഷ് ബേസ്, നല്ല വില കൂടിയ ടൈൽസ്, ഗ്രാനൈറ്റ്, ഇതൊക്കെ കേടായി പോകുന്ന ഒരു സംഭവമുണ്ട്. ഇതിന് കൃത്യമായൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ബെയ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് പ്ലാന്. അതിനായിട്ട് എല്ലാ ജില്ലകളിലും ബെയ്മെൻറ്റിൻ്റെ വാട്ടർ പ്യൂരിഫയർ ഷോറൂമുകൾ വരാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ബെയ്മെൻറ്റ് നടത്തുന്നത് നല്ലൊരു ഉദ്യമമാണെന്ന് പറയും. മലയാളി വീടുകളിൽ ഇനി കറണ്ട് ബില്ലിനെ പേടിക്കാതെ 24 മണിക്കൂറും വെളിച്ചം വീശട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ബെയ്മെൻറ്റിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ഷറഫുദ്ദീൻ സാറിന് നന്ദി, നമസ്കാരം.